ഏസ്റ്റ് അക്കാഡമിയുടെ സിഇഒ ആൻഡ് ഫൗണ്ടർ. എന്തായിരുന്നു നിങ്ങളുടെ ജേർണി? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് സൈജൽ. ഞാൻ ബികോം പ്ലസ് CA ഇന്റർമീഡിയറ്റ് ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ആർട്ടിഫിഷ്യൽ ചെയ്തിട്ടുള്ളത് ചെന്നൈയില് കുമാറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള CA ഫോം എന്നാണ്. എന്റെ ബോസ് എനിക്ക് എന്റെ മെന്റർ എന്ന് പറയുന്നത് ഇസാക്ക എന്ന് പറയുന്ന സിസ്റ്റം ഓഡിറ്റിന്റെ ഇന്റർനാഷണൽ ബോർഡാണ്. അതിന്റെ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രാജാണ് എന്റെ മെന്റർ എന്ന് പറയുന്നത്. അതിനാണ് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ എന്റെ ആർട്ടിഫിഷ്യലിന്റെ ശേഷമാണ് ടീച്ചിങ് ആണ് എന്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു 4 വർഷമായിട്ട് CA, CMA, ACCA ഫീൽഡിലുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ എയ്സ്ഡ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ട് എന്റെ ആർട്ടിഫിഷ്യൽ ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വെഞ്ചറാണ് എയ്സ്ഡ് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ബിസിനസ് കൺസൾട്ടിംഗ് ഫോം. ഇപ്പോ ഓൾമോസ്റ്റ് മോർ ദാൻ 9 years ആയി. ചെന്നൈയിൽ ഫൗണ്ട് ചെയ്തു. ഇപ്പോ ഞങ്ങൾ നാട്ടിലും മലപ്പുറം ജില്ലയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കൺസൾട്ടൻസി. അതിനുശേഷമാണ് നമ്മൾ എയ്സ്ഡ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പം അക്കൗണ്ടിങ്, പ്രൊഫഷണൽ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം ഇത്രയും ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഒരു അക്കൗണ്ടിങ്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഏസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഈ കൺസൾട്ടൻസിയിൽ തന്നെ ഞങ്ങൾക്ക് ക്ലയൻസിന് കിട്ടാത്തതല്ല ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഈ കിട്ടിയിട്ടുള്ള ക്ലയൻസിന്റെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടൻസ് വേണം. അത് നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോ അതൊരു മെയിൻ ചലഞ്ചാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ബികോം, MCOM ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, ഈവൻ CMA ഒക്കെ ഇന്റർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്. ഇത് ഞങ്ങളുടെ കേസിലും അതേപോലെ തന്നെ ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ക്ലയൻസിലും അവര് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അവര് നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ അറിവില് ഞങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് പറയും, എന്നാ പിന്നെ നിങ്ങൾ അറിവിലുള്ള ആരെങ്കിലും നിങ്ങൾ തന്നെ റെഫർ ചെയ്തോളൂ, ഞങ്ങൾ പ്ലേസ്മെന്റ് കൊടുത്തോളാം. പക്ഷെ അതും നമുക്ക് റെഫർ ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഈ ഒരു സ്കേഴ്സിറ്റി അത് ഓവർകം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എയ്സ്ഡ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് പഠിച്ച സ്റ്റുഡൻസ് നിങ്ങൾ തന്നെ കൺസൾട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുകയാണോ, അതോ അല്ല നിങ്ങൾ എല്ലാ കമ്പനികൾക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അക്കൗണ്ടൻസിനെ കൊടുക്കാന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്? മെജോറിറ്റി കേസിലും നമുക്ക് പുറത്തൊരു പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറില്ല. നമ്മുടെ ക്ലയൻസ് തന്നെ ഓൾറെഡി നമ്മളോട് അവർക്കൊരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് തന്നെയാണ്. അവർക്ക് ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ബാക്കി മറ്റുള്ളവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവർക്കും കൂടെ പ്ലേസ്മെന്റ്സ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ഇവർ CA ഫോം ഓറിയന്റഡ് ആയിട്ടാണോ, അതോ മോർ അക്കൗണ്ട് അവർ ഒരു കമ്പനി ഓറിയന്റഡ് ആയിട്ടാണോ കൂടുതൽ വർക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു കറന്റ് സാഹചര്യത്തിൽ അവർ ചൂസ് ചെയ്യുന്നത്? രണ്ടുമുണ്ട്. മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ സ്റ്റുഡൻസിന് പ്രിഫർ ചെയ്യുന്നത്, ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങളിപ്പോ ഒരു 6 monthsന്റെ കോഴ്സ് അല്ലെങ്കിൽ 4 monthsന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CA ഫേമിൽ വർക്ക് ചെയ്യട്ടെ, അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടും. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല, അവർ കരിയർ ഓറിയന്റഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് CA ഓഫീസ്, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് കൺസൾട്ടൻസിന്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എല്ലാ ഇൻഡസ്ട്രീസും കൂടെ അവർക്കൊന്ന് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിള്ളേർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല കമ്പനീസിലും പ്ലേസ്മെന്റ് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കോഴ്സ് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഈ അക്കൗണ്ടിങ് ഫീൽഡില് കോഴ്സസ് കഴിഞ്ഞവർക്കാണോ, അതോ ഏത് കോഴ്സും കഴിഞ്ഞവർക്ക് പറ്റും? ഇതിന്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങൾ കോഴ്സ് ചെയ്യാൻ? നമ്മൾ പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 കൊമേഴ്സ് ഫീൽഡ് തന്നെ ആവണം എന്നൊട്ടും നമ്മൾ പറയാറില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സ്റ്റുഡൻസ് നമ്മൾ ഒരേ ക്ലാസ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, ദെൻ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ഈവൻ MCOM കഴിഞ്ഞിട്ടുള്ളവർ വരെ
നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇന്ന് വരെ ഒരു കുട്ടി നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഞങ്ങൾക്ക് അറിയാം, ഇത് ഞങ്ങൾക്ക് ആവശ്യമല്ല എന്ന് ഇതുവരെ പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. നമ്മളിപ്പോ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. പ്ലസ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആവണം എന്നില്ല. ഞാൻ പറഞ്ഞ +2 നമ്മൾ ഇവിടെ നിന്ന് അതിന്റെ അക്കൗണ്ടൻസിന്റെ ഏറ്റവും ബേസ് തൊട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈവൻ ഡെബിറ്റ് 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ആർക്കും ഈസിലി പിക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ കരിയർ ഗ്യാപ്പ് വന്നവർക്ക് വരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? കോഴ്സ് സ്ട്രക്ചർ ഇൻ ദി സെൻസ് ഇപ്പം നിങ്ങളുടെ എത്ര മാസത്തെ പ്രോഗ്രാം? ഒരു 1 ഇയർ പ്രോഗ്രാം ആണോ അതോ ഒരു 1 മന്ത് പ്രോഗ്രാം ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സ്? നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് 4 മന്ത്സിന്റെ കോഴ്സ് ആണ്. 4 മന്ത്സ് എൻ്റയർലി ഫുൾ ആയിട്ട് ക്ലാസ്സസ് ആയിട്ട്. അതിൽ നമ്മൾ 90% പ്രാക്ടിക്കൽസും വെറും 10% മാത്രമാണ് തിയറി ആയിട്ട് വരുന്നത്. അപ്പൊ പഠിച്ചിറങ്ങുന്ന ആളുകൾ ഒരു ഇൻഡസ്ട്രി എക്സ്പോഷറോട് കൂടി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിങ്ങൾ. ഈ 4 മന്ത്സ് ക്ലാസ്സിന് ശേഷം നമ്മൾ 1 മന്ത് ഇന്റേൺഷിപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് നമ്മുടെ ഇവിടെ വെച്ചിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ നമ്മൾ എയ്സ്ഡ് കൺസൾട്ടൻസിന്റെ 1 മന്തിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊടുക്കും. ഈ 1 മന്തിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റയർലി ഒരു ഓഫീസ് എൻവയോൺമെന്റിൽ എങ്ങനെയാണോ അവർ വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാനുണ്ടോ അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അവർക്കൊരു പേടിയില്ലാണ്ട് ഈസി ആയിട്ട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ സ്കിൽ സെറ്റ് ആയിട്ട് അവർ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സാണ്. ഇപ്പൊ നമ്മൾക്കറിയാലോ, നമ്മളിപ്പം കുറെ കമ്പനീസിന് ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരുപാട് ആളുകൾ ജോലി ഇല്ലാണ്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ഇവർ ഈ സ്കില്ലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവർക്ക് ഇന്റർവ്യൂവിന് ക്രാക്ക് ചെയ്യുന്ന കുറെ ഹാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹാക്സ് അവർ എങ്ങനെ ഒരു കമ്പനീന്റെ മുന്നിൽ പ്രസന്റ് ഉണ്ട്. കാരണം നിങ്ങൾ 4 മാസത്തിൽ അവർക്ക് കൊടുത്ത ട്രെയിനിങ് എന്താന്നുള്ളത് വെൽ അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ ഒരു ഇന്റർവ്യൂറെ മുന്നിൽ ഇവർക്ക് കിട്ടുന്ന ആകെ 15 മിനിറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള കോച്ചിങ്ങോ ട്രെയിനിങ്ങോ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു ജോബിന് നമുക്കൊരു ഇന്റർവ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ റെസ്യൂമേ കൊടുക്കണം. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ പ്രിപ്പയർ ചെയ്യാം. അത് നമ്മൾ തന്നെ ഇവിടുന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്ലസ് ആ റെസ്യൂമേഴ്സ് നമ്മൾ തന്നെ റിവ്യൂ ചെയ്ത് വീണ്ടും അപ്ഡേഷൻസ് ഒക്കെ അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് ഒരു ജോബ് സ്വിച്ചിങ് വരുന്ന ടൈമിലും അവർക്ക് തന്നെ അത് എഡിറ്റ് ചെയ്യാനും വേണ്ട രീതിയിലാക്കാനും അവർക്ക് തന്നെ സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ നമ്മൾ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പ്ലസ് അവർക്ക് മോക്ക് ഇന്റർവ്യൂസ് ഒരിക്കലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളിലുള്ള ആളുകളെ വെച്ചിട്ടല്ല, എപ്പോഴും നമ്മൾ ഇൻഡസ്ട്രിയിൽ ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മെയിൻ കമ്പനീസിന്റെ സിഇഒരൊക്കെ വന്നിട്ടാണ് ഇവിടെ അവർക്ക് മോക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത്. മോക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആസ് എൻ ഇന്റർവ്യൂവർ എന്തെല്ലാം പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണോ ചെയ്യുന്നത്, ഇതിന് ഓരോന്നിനും നമ്മൾ മാർക്സ് അലോട്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്ക് കുട്ടികൾ എവിടെ ഇംപ്രൂവ് ചെയ്യണം, മേ ബി അവരുടെ ഐ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജെസ്റ്റേഴ്സ് ആയിരിക്കാം, എവിടെ അവർ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഒരു ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പൊ ഇൻ കേസ് നിങ്ങളെ സ്റ്റുഡൻസിന് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക്? കാരണം ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ +2 കഴിഞ്ഞവർക്ക് ഇത് ചെയ്യാന്നല്ല, അപ്പൊ അവര് ഡിഗ്രി ചൂസ് ചെയ്യാണ്ട് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കണ്ട് ഇപ്പൊ സൈജലിന്റെ കൺസൾട്ടൻസി ചെയ്തിട്ടുള്ള വർക്കും അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡും കണ്ടിട്ടാണ് അവർ സ്റ്റുഡൻസ് നിങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇൻ കേസ് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പം അവർക്ക് പിന്നീട് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്തൊക്കെയായിരിക്കും? ഓക്കെ, നമ്മൾ ഒന്നാമത് നമ്മൾ ഇവർക്ക് ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉള്ള പോസ്റ്റേഴ്സ് കൊടുക്കുക, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ ത്രൂ വന്നിട്ടുള്ള ക്ലയൻസിൽ മാത്രമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഒരു ടോക്ക് മോസ്റ്റ്ലി ഞാൻ തന്നെ ആയിട്ട് ഈ ഒരു കമ്പനീസുമായിട്ട് ഒരു ടോക്ക് കഴിയാറുണ്ട്. അതിനുശേഷം അവരുടെ റിക്വയർമെന്റ് എന്താണ്, അതിന് നമ്മുടെ സ്റ്റുഡൻസ് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ അവർക്ക് ഈ ഓപ്പണിങ്സ് സജസ്റ്റ് ചെയ്യാറ് തന്നെ ഉള്ളൂ. ഈവൻ ഇനി അവര് ഓപ്പണിംഗ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഒരിക്കലും മിസ് ആവാറില്ല. പ്ലസ് നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന കമ്പനീസിന്റെ അടുത്ത് നിന്ന്
എന്തുകൊണ്ട് ദേ ആർ നോട്ട് സെലക്ടഡ്, എന്തുകൊണ്ട് അവർ സെലക്ട് ആയിട്ടില്ല, ആ ഒരു ഫീഡ്ബാക്ക് എടുക്കാനും മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് അവർക്ക് എന്താ ചെയ്യാ, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ഫീൽഡിൽ ഡിഗ്രി ആണ് പെർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ എത്ര വർഷത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് ഇപ്പൊ കറന്റ് ഉള്ളത്? കൊടുക്കുന്ന ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും +2 കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സ്കില്ലാണ്. അപ്പൊ അക്കൗണ്ടിങ്ങിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ കൂടെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഫ് കോഴ്സ്, ഡിഗ്രി മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ പോലും ഈ ഒരു സ്കിൽ എപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ M.Com ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജേർണൽ എൻട്രി അറിയാത്തൊരു സിറ്റുവേഷൻ വെരി അൺലക്കി, ബട്ട് ഉണ്ടെന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇപ്പൊ ഡിഗ്രി ചെയ്ത സ്റ്റുഡൻസിന് കിട്ടാത്ത എന്തൊരു അറ്റ്മോസ്ഫിയർ ആണ് എയ്സ്റ്റ് അക്കാഡമി വരുമ്പോൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക്? +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് കോഴ്സ് എടുക്കുമ്പോൾ അവര് മെയിൻ ആയിട്ട് ലാക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ക്യാമ്പസ് വൈബാണ്. നമുക്ക് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവരുടെ നിങ്ങൾ 3 വർഷത്തെ ഗ്രാജുവേഷന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം എന്ത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവര് മിക്കവാറും കേസിൽ പറയാറുള്ളത് എന്നാൽ എനിക്കൊരു ക്യാമ്പസ് ലൈഫ് കിട്ടി, 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ഞാൻ അടിച്ചു പൊളിച്ച് ലൈഫ്. അതാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ലാക്ക് ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ ഒരിക്കലും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. ഓക്കെ, നമുക്ക് അറിയാം ഹാപ്പിനെസ് ഉണ്ടാവുമ്പോൾ നമ്മള് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഡോപ്പമിൻ നമ്മൾ എപ്പോഴും ഇവിടെ കിട്ടണം. നമ്മൾ അവര് ഇഷ്ടത്തോടു കൂടി എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണം. ഇപ്പോ ഒരു കോളേജ് ലൈഫിൽ കിട്ടുന്ന എന്റർടൈൻമെന്റ്സ് മെയിൻ ആയിട്ട് അവർക്കുള്ള ഒന്ന് ട്രിപ്പ് കാര്യങ്ങള്. ഓക്കെ, നമ്മൾ എല്ലാ ബാച്ചിലും ഒരു ട്രിപ്പ് പോവാറുണ്ട്. അതൊന്നും നമ്മളെ കോഴ്സിന്റെ പ്രത്യേകതയായിട്ട് പറയല്ല, ബട്ട് നമ്മൾ കൊടുക്കണം. കുട്ടികളും ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടും അവരെ ഫാക്കൽറ്റീസ് ആയിട്ടും അവരെ സിലബസും ആയിട്ടൊക്കെ അവർ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് സ്പെഷ്യൽ ഡേ, നമ്മൾ ഓണം, ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ഡേ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പ്രോഗ്രാംസും ഒരു കോളേജിൽ ഉണ്ടാവുന്ന അത്രത്തോളം എന്തായാലും നമുക്ക് ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് നമുക്ക് കഴിയാവുന്ന മുഴുവൻ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം ഓൺലൈൻ മോഡിലോട്ട് ആവുന്നുണ്ട്. ഇപ്പം എയ്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഓൺലൈൻ പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളം മൊത്തം സ്റ്റുഡൻസിന് സെർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്രയും നല്ലൊരു ക്യാമ്പസ് ഒരുക്കി നിങ്ങൾ ഓഫ്ലൈനിൽ തന്നെ വേണം എന്ന് നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കാൻ എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടോ? അതിന് ഒരു കാരണമുണ്ട്. നമുക്കറിയാം ഓൺലൈനിൽ ചെയ്യുമ്പോഴും ഓഫ്ലൈനിൽ ചെയ്യുമ്പോഴും ഉള്ള ആ ഒരു ഡിഫറൻസ്. നമുക്ക് 2 ടൈപ്പ് സ്കില്ലാണ് വേണ്ടത്, ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും. ഹാർഡ് സ്കിൽ ഇൻ ദി സെൻസ് നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സോഫ്റ്റ്വെയർസ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ആ ഒരു സ്കില്ലുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഇനി അവർക്ക് വേണ്ട സോഫ്റ്റ് സ്കില്ലാണ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പ്രസന്റേഷൻ സ്കില്ല് വേണം. ആ സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് ചെയ്താൽ മാത്രമേ അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ലാംഗ്വേജിന്റെ ട്രെയിനിങ് എന്ന് നോക്കാം. അപ്പൊ ഈ ഇംഗ്ലീഷ് നമ്മൾ 12 വർഷം പഠിച്ചിട്ടുണ്ട്. ഈവൻ +2 കഴിഞ്ഞൊരു കുട്ടി 12 വർഷം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, LKG മുതൽ +2 14 ഇയേഴ്സ് ആയി. ഓക്കെ, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കോഴ്സ് തന്നെ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജിന്റെ ട്രെയിനിങ് ഉണ്ട്. ഇന്റർവെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്പർ 1 ലാംഗ്വേജ് ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുമായിട്ട് കൊളാബ് ചെയ്യുന്നത്. അവരാണ് നമുക്ക് ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സെഷൻ കഴിയുന്നതോട് കൂടി കുട്ടികൾ അവരുടെ കാര്യങ്ങൾ മീൻസ് നമ്മൾ പറഞ്ഞ അത്ര പ്രീമിയം ലെവൽ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നില്ല, ബട്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ഓഫീസ് വർക്കിൽ മാനേജ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് ഓൺലൈനിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല. നമ്മളൊരിക്കലും ഇവിടുന്ന് ഗ്രാമർ കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. അവർക്ക് സംസാരിച്ച് ഡിബേറ്റ്സ് നടത്തി പ്രസന്റേഷൻസ് നടത്തിയാണ് അത് ഇംപ്രൂവ് ചെയ്യുന്നത്. മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഇംഗ്ലീഷ് തന്നെ നടത്തിയിട്ടാണ് അത് ഇംപ്രൂവ് ചെയ്യുന്നത്. അത് ഓൺലൈനിൽ അത്രത്തോളം പോസിബിൾ അല്ല. രണ്ടാമത്തത് നമ്മളെ പ്രസന്റേഷൻസ്. ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, എല്ലാം അറിയാം, പക്ഷെ ഒരു കമ്പനി ചെല്ലുമ്പോൾ അത് സംസാരിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ വേണം. ആ ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പിള്ളേർക്ക് വീക്കിലി
പ്രസന്റേഷൻസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ ഫസ്റ്റ് ടൈം പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ പറ്റാണ്ട് ഇറങ്ങി പോകുന്നവര് ഒരു 2-3-4 ടൈംസ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു 3 ടൈംസ് ഒക്കെ പ്രസന്റേഷൻസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസ് ഇങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്യാറ്, സർ നമുക്ക് ഒരു പ്രസന്റേഷൻ കൂടി നടത്താം. അവർക്ക് തന്നെ അവരുടെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കിയിട്ടാണ് അവരത് പറയുന്നത്. ഇതൊന്നും നമുക്ക് ഓൺലൈനിൽ പോസിബിൾ അല്ലല്ലോ. ഇനിയിപ്പം ഒരു കുറച്ച് സ്റ്റുഡൻസ് പറയാണ് നിങ്ങളുടെ അടുത്ത്, അതായത് ഇപ്പം സൈജൽ സാറിന്റെയും അതുപോലെ നിങ്ങളെ ക്ലയൻസ് ഒക്കെ ആയിട്ട് സർവേ ചെയ്യണം, അതേപോലെ എനിക്ക് റിയൽ ആയിട്ടുള്ള ബുക്സ് അനലൈസ് ചെയ്യണം. അപ്പൊ അവർ സ്റ്റബേൺ ആയിട്ട് ജോലിയല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഇപ്പൊ ലെറ്റ്സ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിങ് നിങ്ങളെ കൂടെ ഓൺലൈനായിട്ട് പഠിക്കാൻ ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇനി ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് വേണം ചെയ്യാന്. അത് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് നമ്മൾ ഓഫ്ലൈനിൽ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വെദർ ദേ അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്. ബട്ട് ഓൺലൈനിലാവുമ്പോൾ അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പ്ലാനിങ്ങിലാണ്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ അറ്റ് എനി കോസ്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന, നിങ്ങൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട്, ഏറ്റവും കൂടുതൽ കമ്പനികൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് നിങ്ങളിപ്പോ ഇവിടെ പഠിപ്പിക്കുന്നത്? നമ്മളിവിടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആയിട്ട് ടാലി പ്രൈമിന്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ. ടാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് സോഹോ ബുക്സ്, ഇന്ത്യൻ മെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അത്രത്തോളം GCC കൺട്രീസിലായിക്കോട്ടെ യൂറോപ്പിൽ വരെ ഗ്രോയിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. ഈവൻ കുട്ടികൾക്ക് അവരുടെ റെസ്യൂമേല് സോഹോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടാറുണ്ട് അറിയുന്നുള്ളത് കൊണ്ട് തന്നെ. GCC കൺട്രീസിലൊക്കെ ടാലിയും സോഹോയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. പിന്നെ MS ഓഫീസിന്റെ പ്രൊഡക്ട്സ്, എക്സൽ ഒക്കെ അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് സ്റ്റുഡൻസിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ചോദിക്കുന്നത് ഈ SAP നെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ SAP? അതിനെ കുറിച്ച് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടാനും കാര്യങ്ങളൊക്കെ? SAP is one of the best software. But നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SAP യൂസ് ചെയ്യുന്ന കേരളത്തിൽ എത്ര കമ്പനീസ് ഉണ്ടെന്ന് അറിയോ? അറിയില്ല. നമുക്ക് വിരലിൽ കൗണ്ട് ചെയ്യാവുന്ന കമ്പനീസ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. ഒന്നാമത് ഇത് മാനുഫാക്ചറിങ് കൺസേൺസിനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു മാർക്കറ്റ് അനുസരിച്ച് എന്റെ അറിവിലൊക്കെ വെച്ചിട്ട് വളരെ ചുരുക്കം കമ്പനീസ് മാത്രമേ SAP യൂസ് ചെയ്യുന്നുള്ളൂ. ഈവൻ അതുവരെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവര് യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലയൻസിലാണെങ്കിലും ജസ്റ്റ് 1 or 2 ക്ലയൻസ് മാത്രമേ SAP യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ SAP സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ ഒരു കുട്ടിക്ക് അഡീഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടൊന്നും ചെറിയ ഒരു സ്മോൾ അഡ്വാൻറ്റേജ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് കേരള മാർക്കറ്റിൽ ഇല്ല. സോ എംപ്ലോയബിലിറ്റി നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ് നമുക്ക് അറിയാന്നുള്ളതിലല്ല എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ്. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രോഷറോ കാര്യങ്ങളോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടാവും ക്വിക്ക് ബുക്സ്, പീച്ച് ട്രീ എന്ന് തുടങ്ങിയിട്ട് നമ്പർ ഓഫ് സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർസ് ജസ്റ്റ് മോണിറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെ ഫീഡ് ചെയ്യും എന്ന് പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമല്ല. ഇപ്പൊ സോഹോ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഓഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കേണ്ടത് സോഫ്റ്റ്വെയർ അല്ല, നമ്മൾ പഠിക്കേണ്ടത് അക്കൗണ്ടിങ് ആണ്. പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഏത് സോഫ്റ്റ്വെയറിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 2 സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ രണ്ട് മൊഡ്യൂളുള്ള സോഫ്റ്റ്വെയർസ് ആണ്. സോഹോ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമില് മൊഡ്യൂളാണ് അതിൽ ചെയ്യുന്നത്. ടാലി എന്ന് പറയുന്നത് സെപ്പറേറ്റ് മൊഡ്യൂളാണ്. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഒരു ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പലരും അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയണമെങ്കിൽ അവർ അക്കൗണ്ടിങ് അല്ല പഠിപ്പിക്കുന്നത്, സോഫ്റ്റ്വെയർ പഠിക്കുന്നത്. മനസ്സിലായി. അക്കൗണ്ടിങ്ങിന്റെ ABCD അറിയാത്ത, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് അറിയാത്ത ഒരു കുട്ടിക്ക് ആദ്യം തന്നെ പോയിട്ട് ടാലിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ടാലിയിൽ ഇങ്ങനെ പർച്ചേസ് ഇങ്ങനെ എൻ്റർ ചെയ്യാം, സെയിൽസ് ഇങ്ങനെ എൻ്റർ ചെയ്യാം, എന്നിട്ട് പോയിട്ട് റിപ്പോർട്ട് ഇങ്ങനെ കിട്ടും. പക്ഷെ ഈ കുട്ടിക്ക് അറിഞ്ഞൂടാ ഇത് എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഇതിന്റെ ലോജിക്ക് എന്താന്നുള്ളത് അറിഞ്ഞൂടാ.
അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പോകുന്നിടത്ത് സപ്പോസ് ടാലി ആണെങ്കിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോയിക്കോളും. അപ്പം ടാലി അല്ലാത്തൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ ടാലി ഒരു സ്റ്റുഡന്റ് നിങ്ങളെ സൈഡിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റേതായിട്ടുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു മാറ്റർ ആണ്. സർട്ടിഫിക്കറ്റ്, എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്? എന്റെ അറിവിൽ തന്നെ നമ്മുടെ നാട്ടില് ഒരു 4 മാസത്തെ കോഴ്സിന് 10-15 സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ പിള്ളേർക്ക് അറിയില്ല. സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 30 റുപ്പീസിന്റെ കേസാണ്. 30-50 റുപ്പീസിന് ഒരു സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സർട്ടിഫിക്കറ്റിന് എന്തോരം വാല്യൂ ഉണ്ട്, പ്ലസ് അവർക്ക് സ്കില്ലുണ്ടോ എന്നാണ് നമ്മൾ സർട്ടിഫിക്കേഷനെക്കാളും കൂടുതൽ ഏസ്റ്റ് അക്കാഡമി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ അതിന് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം സൈജൽ ഓൾറെഡി പറഞ്ഞു, എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം അക്കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ സൈജിൽ ഓൾറെഡി കുറെ കമ്പനീസിൽ വർക്ക് ചെയ്ത സമയത്ത് കുറെ അക്കൗണ്ടൻസിനെ നീ ഹയർ ചെയ്യുന്ന ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എത്ര സോഫ്റ്റ്വെയർ അറിയാന്നുള്ളതല്ല നിങ്ങൾ ഏറ്റവും കൊടുക്കുന്ന ഒരു മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു അക്കൗണ്ടന്റ്, ഒരു ജൂനിയർ അക്കൗണ്ടിങ് പൊസിഷനിൽ ഹയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫേംസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്ന് അവരുടെ അക്കാദമിക് സ്കില്ല്. മിക്കവാറും കേസസിൽ വളരെ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് പൊസിഷനിൽ പോകുമ്പോൾ വളരെ ഇൻഡെപ്ത് നോളജ്, അവർക്ക് ഇൻകം ടാക്സ് ഇൻഡെപ്ത് നോളജ് ഉണ്ടോ, GSTന്റെ എല്ലാ റൂൾസും അവർക്ക് അറിയാവോ, അതൊന്നും ആരും നോക്കാറില്ല. അത് പോസിബിൾ അല്ല ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ ഇത്രത്തോളം അതിന്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് തന്നെ അവര് അറിഞ്ഞാൽ മതി. ഓക്കെ, ദെൻ അതിനേക്കാൾ ഉപരി അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, അവർക്ക് ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു ബുക്സിലോ സോഫ്റ്റ്വെയറിലോ ഒതുങ്ങേണ്ട ഒരു സംഭവം അല്ല. ഒരാൾക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്ന് വെച്ചോളൂ, ഒരു ക്ലയന്റിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയെടുക്കാനുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പൈസ റെക്കോർഡ് ചെയ്യാനും കൊടുക്കാനുള്ള പൈസ കൊടുക്കാനും മാത്രമല്ല, കിട്ടാനുള്ള പൈസ വാങ്ങിയെടുക്കാനും ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? അക്കൗണ്ടന്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ ഫ്യൂച്ചർ എങ്ങോട്ടാ പോകുന്നത് എന്ന് അസസ് ചെയ്യാനുള്ള നോളേജ് ആർക്ക് വേണം? അക്കൗണ്ടന്റ് വേണം. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ മെക്കാനിക്കൽ വർക്ക്. അതിന് നമ്മൾ പറയുന്ന പേര് ഡാറ്റ എൻട്രി. അങ്ങനെ 2 ഡിഫറൻസ് ഉണ്ട്. ഡാറ്റ എൻട്രിയും അക്കൗണ്ടന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റ് ബില്ലടിക്കുന്നവരുണ്ട് അല്ലെ, അവര് ചെയ്യുന്നതും അക്കൗണ്ടിങ് വർക്കാണ് എന്നാണ് തെറ്റിദ്ധാരണ. പക്ഷെ ആക്ച്വലി ദേ ആർ നോട്ട് ഡൂയിങ് എ പ്രോപ്പർ അക്കൗണ്ടിങ് വർക്ക്, ദേ ആർ ഡൂയിങ് ജസ്റ്റ് ഡാറ്റ എൻട്രി വർക്ക്. ഇപ്പൊ ഏസ്റ്റ് അക്കാഡമി തുടങ്ങിയ സമയത്ത് സൈജല് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് തുടങ്ങിയായിരുന്നു, പെരിന്തൽമണ്ണ തുടങ്ങിയായിരുന്നു. എന്തുകൊണ്ട് മഞ്ചേരി ചൂസ് ചെയ്തു? നമുക്ക് ഇവിടുത്തെ മാർക്കറ്റിന്റെ, നമ്മളൊരു ബിസിനസ് കൺസൾട്ടന്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ സ്പന്ദനം എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ നോക്കുമ്പോ നമ്മുടെ ഈ കൊണ്ടോട്ടി ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, പെരിന്തൽമണ്ണ ആയിക്കോട്ടെ, മഞ്ചേരി ആയിക്കോട്ടെ, ഭയങ്കര ഗ്രോയിങ് ആണ്. ഒരുപാട് പുതിയ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, ഒരുപാട് പുതിയ ഓപ്പണിങ്സ്, മീൻസ് സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഇൻഡസ്ട്രി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഈ ടൗണുകൾ, ഞാൻ പറഞ്ഞ ഈ ടൗണുകൾക്കൊക്കെ ഈസിലി ആക്സസിബിൾ ആണ് മഞ്ചേരി എന്നുള്ളത്. ഈവൻ ഞങ്ങളുടെ സ്റ്റുഡൻസ് കാലിക്കറ്റ് വരെ മഞ്ചേരി വന്നിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ്. ഞാൻ ആ സ്റ്റുഡന്റിന്റെ അടുത്ത് കുറച്ച് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് മീറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു പന്തിരംഗമെന്ന് ആ കുട്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ 1.5 മണിക്കൂർ കുട്ടി യാത്രയാണ്. കോഴിക്കോടാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് എത്തും. കോഴിക്കോടുള്ള കോഴ്സുകളൊക്കെ മാറ്റി നിർത്തിയിട്ടായിരിക്കും ആ കുട്ടി ഇപ്പോ ഇവിടെ മഞ്ചേരി വന്ന് പഠിക്കുന്നത്. അതെന്തായാലും നിങ്ങളുടെ ഒരു വലിയ എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കുട്ടിയുടെ സ്റ്റോറി പറയുന്നത്. ഓക്കെ, ഇപ്പം അത് തന്നെയാണ് എന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചുറ്റുണ്ടാവും. എന്താണ് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ബാക്കി അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും? ഓക്കെ, നമുക്ക് മഞ്ചേരി ടൗൺ തന്നെ എടുക്കാം. നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോക്കാറില്ല. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇപ്പൊ നമ്മൾ ബികോം പഠിപ്പിക്കുന്നവരെടുക്കട്ടെ, +2 പഠിപ്പിക്കുന്നവരെടുക്കട്ടെ, PG എടുക്കുന്നവരെ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ഏതെങ്കിലും ഒരു ചെറിയ ഷോപ്പിന്റെ എന്തെങ്കിലും അക്കൗണ്ടിങ് ചെയ്ത് പ്രാക്ടീസ് ഉള്ള എത്ര ടീച്ചേഴ്സ് ഉണ്ട്? വളരെ ചുരുക്കമാണ്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ്. ഇവർ മെയിൻ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്, ഫാക്കൽറ്റി പൂളിനെ ലീഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് more than 10 years MNC എക്സ്പീരിയൻസ്. ഓക്കെ, ഒന്ന് നമ്മുടെ ഫാക്കൽറ്റീസ്, പിന്നെ നമ്മുടെ സിലബസ്.
നമ്മൾ ഈ സിലബസ് എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയിലുള്ള പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. എന്താണെന്ന് മാർക്കറ്റിൽ വേണ്ടത്, എന്തെല്ലാം സ്റ്റുഡൻസിന് അറിഞ്ഞിരിക്കണം, അത് മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് നമ്മൾ റിഫൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് ഒന്ന് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ ലാബോ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നോക്കാം. മലപ്പുറം ജില്ലയിലെ തന്നെ കേരളത്തിലെ തന്നെ നമ്പർ 1 ഫെസിലിറ്റി കാര്യങ്ങളുള്ള ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇത്ര ഒരു അക്കൗണ്ടിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തിന് ഇത്ര ഫെസിലിറ്റി എന്ന് ചോദിച്ചു, കുട്ടികളുടെ മെന്റാലിറ്റി മാറും. അവര് നാളെ ഒരു കടയിൽ ബില്ലടിക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയൊരു തട്ടുകടയിൽ അക്കൗണ്ടന്റ് ആയിരിക്കുന്നവരോ എല്ലാവരും ഈ ഒരു ഫെസിലിറ്റീസിനും ഈ ഒരു കോർപ്പറേറ്റ് കൾച്ചർ കാണുമ്പോഴേ അവരുടെ മൈൻഡും ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇനി നാളെ അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ മൈൻഡും വിശാലാകും. സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ക്ലാസിന്റെ ക്വാളിറ്റീസും നമ്മുടെ സിലബസും ആണ് ഞങ്ങളുടെ മെയിൻ USP എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു സംഗതിയാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ കുറെ ബെഞ്ചസും കുറെ ഡെസ്കും ഇതൊക്കെ പ്രതീക്ഷിതമാണ്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് 9 years MNC എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു MNC കമ്പനിയിൽ വന്നാൽ എങ്ങനെയാണോ ആ ലെവലിലാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈവൻ നിങ്ങളുടെ സ്റ്റുഡൻസ് ആ ഒരു ട്രേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു കമ്പനി. അപ്പം ഈ മഞ്ചേരി മലപ്പുറം ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒരു റെലവൻസ്, അതായത് MNC ഇപ്പൊ അവർക്ക് ഇവരിവിടെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ജോബ്, അപ്പം അതും നിങ്ങൾ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് തമ്മിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ വരുന്നത്? തീർച്ചയായും ഈ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ എയിമോ ടാർഗറ്റ് വലുതായിരിക്കും. അവർക്ക് നമ്മൾ ഇവിടുന്ന് കോർപ്പറേറ്റ് കൾച്ചർ ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഞാൻ അനുഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരു ഗവൺമെന്റ് സ്കൂൾ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. സ്കൂൾ തന്നെ മോശമല്ല, ബട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഇതുവരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളല്ല. ഞാൻ ഇന്നേ വരെ 5 star റെസ്റ്റോറന്റിൽ പോയിട്ടില്ലായിരുന്നു. മീൻസ് ഈവൻ എന്റെ ആർട്ടിക്കൽഷിപ്പ് വരെ. പ്ലസ് ഞാൻ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു. എനിക്ക് ഒരുപാട് MNC കമ്പനീസിന്റെ ഓഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടി. എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ള ഫെസിലിറ്റി കിട്ടി. അവിടൊക്കെ എനിക്ക് ഫേസ് ചെയ്ത മെയിൻ പ്രോബ്ലം ഒന്ന് എന്റെ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിരുന്നു ഫസ്റ്റ് ടൈം. പിന്നീട് അത് ഞാൻ ഓവർകം ചെയ്തു. പിന്നെ ഒന്ന് പറയണെങ്കിൽ നമുക്കത് കുറെ കാര്യങ്ങള് ഒരു നല്ലൊരു കോർപ്പറേറ്റ് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊരു മെയിൻ ഫാക്ടറാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻസിനും മെയിൻലി ലാക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആ ഒരു എങ്ങനെ ബിഹേവ് ചെയ്യണം, എപ്പോ സോറി പറയണം, എപ്പോ താങ്ക്സ് പറയണം. അതൊരു മെയിൻ ഫാക്ടറായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ അവരുടെ പങ്ക്ച്വാലിറ്റി മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ട് വെല്ലെങ്കിൽ വരാം, പോണെങ്കിൽ പോവാം. ഇവിടെ നമ്മൾ ഒരിക്കലും ഇല്ല. നമ്മളിവിടെ ഷാർപ്പ് 10 o'clock എന്ന് പറയണമെങ്കിൽ 10:05 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഒന്നെങ്കിൽ എന്നെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അഡ്മിനെ ഇൻഫോം ചെയ്യണം. ലീവാണെന്ന് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളത് നിർബന്ധം സ്ട്രിക്റ്റ് ആയിട്ട്. ഈവൻ നമ്മളവിടെ സ്റ്റുഡൻസിന്റെ ഫാമിലി ആയിട്ട് വരെ നമ്മളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണം. പാരന്റ്സിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം സ്റ്റുഡൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സിനെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോഴേ അതൊരു മനസ്സിലായി ഡെവലപ്പ് ആവുള്ളൂ. സൈജില് പറഞ്ഞാൽ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഇപ്പൊ നമ്മൾ പഠിച്ച സ്കൂള് ആ എക്സാമ്പിൾ എടുത്തോണ്ട് ആ സ്കൂളിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അവിടെ അപ്ലൈ ചെയ്തത്. പക്ഷെ അവിടെ നമ്മളൊരു സാധാ സെറ്റപ്പിൽ പഠിച്ചുകൊണ്ട് അത് പഠിച്ചു, കാരണം നമ്മൾ അവിടുത്തെ നല്ല എഡ്യൂക്കേഷൻ ആയിട്ട് നമ്മൾ അവിടെ കോമ്പീറ്റ് ചെയ്ത് ആ സ്കൂളിൽ എത്തി നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് ഒരു MNC കമ്പനിയിൽ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് ഈ സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇത് ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഓർക്ക് ഇത് നോർമലാണ്. നമുക്ക് എത്തുന്ന സമയത്ത് ഇത്രയും സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ആൻസൈറ്റി വരും. അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മെയിൻ പിന്നെ നിങ്ങളുടെ ഒരു USP ആയിട്ട് പറയാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി അവർക്കൊരു കോർപ്പറേറ്റ് എക്സ്പോഷർ ആണ് കിട്ടുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു കമ്പനി പോകുന്ന സമയത്ത് ഓർക്ക് രണ്ടാമത് ഈ കോർപ്പറേറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നേരെ കോപ്പി പേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സ്കിൽ സെറ്റ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് എന്താണോ ലാക്ക് ചെയ്തിട്ടുള്ളത്, എന്റെ എക്സ്പീരിയൻസ് എന്താണോ അതാണ് ഞാൻ ഇവിടെ
കൊടുക്കാൻ എന്റെ സ്റ്റുഡൻസിന് കൊടുക്കാൻ. ഇപ്പം ചുറ്റുള്ളത് ഇപ്പം സൈജില് പറഞ്ഞ പോലെ തന്നെ മഞ്ചേരി, മലപ്പുറം ഇവിടെ ഗ്രോയിങ് ഇക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടാത്ത സിറ്റുവേഷൻ എന്തായാലും അവർക്ക് ഉണ്ടാവില്ല, അത് മനസ്സിലായി. പക്ഷെ അവർ നോക്കുന്നത് അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡെവലപ്ഡ് എക്കോണമീസ് ഉണ്ട്. അപ്പൊ ഓൾറെഡി ഗ്രോത്ത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ദുബായ് ഒക്കെ ആണെങ്കിൽ ഒരു സാച്ചുറേഷൻ പോകണം. അപ്പൊ അവിടെ അക്കൗണ്ടന്റിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി വരുന്ന 5 വർഷം? നമുക്ക് ആദ്യം അക്കൗണ്ടിങ്ങും മറ്റു കോഴ്സസ് ആയിട്ട് കമ്പയർ ചെയ്യാം. നമ്മുടെ സീസണൽ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ എന്താണോ ഇൻഡസ്ട്രിയിലായിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത്, നമ്മളെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് ഒക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ഭയങ്കര ബൂമിംഗ് ആയിരിക്കും. അപ്പൊ എല്ലാ പിള്ളേരും കൂടെ എന്ത് ചെയ്യും, ഇതിലോട്ട് വരും. ഇപ്പൊ അവര് സപ്ലൈ ഡെഫിഷ്യന്റ് ആണ്, ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ഈ കുട്ടികളെല്ലാവരും കൂടെ ഇത് ചെയ്യുന്നതോട് കൂടി എന്തായി, ഇപ്പൊ സാലറി ഉണ്ടായിരിക്കും മേ ബി, ബട്ട് ഈ കുട്ടികളെല്ലാവരും കൂടെ ഈ കോഴ്സ് ചെയ്യുന്നതോട് കൂടി സപ്ലൈ കൂടി, സ്വാഭാവികമായിട്ട് ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഈവൻ ഇപ്പൊ ഉള്ള സാലറി എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റും. പൊതുവെ ഇങ്ങനെയുള്ള കോഴ്സസ് ചെയ്യുമ്പോ ഇപ്പൊ ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതോടുകൂടി ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോഴ്സ് ചെയ്യുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ സപ്ലൈ കൂടി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടി, കാൻഡിഡേറ്റ്സ് കൂടി, അതോടുകൂടി ഈ കോഴ്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി സ്വാഭാവികമായിട്ടും കുറയും. ഫോർ എക്സാമ്പിൾ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു ബൂമിംഗ് ആയിരുന്നു അയാട്ട എന്ന് പറഞ്ഞിട്ട് കോഴ്സ്. ഓക്കെ, ഇപ്പൊ ആ കോഴ്സിനെ കുറിച്ച് നമ്മൾ എവിടെയും കാണുന്നില്ല, കേൾക്കുന്നില്ല. അതുപോലെയാണ് ബാക്കിയുള്ള കോഴ്സസ്. പക്ഷെ അക്കൗണ്ടിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ടോ, എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ നാട്ടില് ജസ്റ്റ് മന്ത്ലി 1 lakh ബിസിനസ് ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, അവിടെ ഓക്കെ, ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ബിസിനസ് എന്ന് പറയുന്ന സംഗതി ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, സ്റ്റോപ്പ് ആവാൻ പോകുന്നില്ല. ഓക്കെ, ഇൻഡസ്ട്രീസ് കൂടുക, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടുക എന്നല്ലാണ്ട് അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ലോകത്ത് എവിടെ ബിസിനസ് ഉണ്ടോ അവിടെ അക്കൗണ്ടന്റിന് വേക്കൻസി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ അബ്രോഡ് അക്കൗണ്ടന്റ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ കോഴ്സിൽ ഒരു ഡിപ്ലോമ മതിയോ അതോ ഡിഗ്രി വേണം, കമ്പൽസറി ആണോ? ഓക്കെ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി കമ്പൽസറി അല്ല. മീൻസ് അവർക്ക് അതിനുള്ള സ്കിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ പല GCC കൺട്രീസിലും നമ്മുടെ അക്കൗണ്ടന്റ് വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ, അക്കൗണ്ടന്റ് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ പല കൺട്രീസും ഡിഗ്രി നിർബന്ധമാക്കണം. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ പറയാറ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കോഴ്സ് ചെയ്യട്ടെ, അതോടൊപ്പം തന്നെ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി കൂടെ ചെയ്യണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ തന്നെ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രിക്ക് അവർ രജിസ്റ്റർ ചെയ്യുന്നു. 4 വർഷം കഴിയുന്നതോട് കൂടി അവർക്ക് ഡിഗ്രി കിട്ടുന്നു, പ്ലസ് ഈ ഒരു കോഴ്സ് സ്കിൽസ് കിട്ടുന്നു, പ്ലസ് ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ കിട്ടുന്നു. അതായത് ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളെ കൂടെ 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആയി. ഇപ്പൊ +2 കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാൽ അവര് ജോലി വൈറ്റ് കോളർ ജോബിൽ സ്റ്റാർട്ട് ചെയ്യും. അതേ സമയത്ത് അവർ ഒരു ഡിസ്റ്റന്റ് ആയിട്ട് 4 വർഷത്തെ കോഴ്സ്. ഞാൻ കമ്പയർ ചെയ്യുന്നത് 4 വർഷത്തെ സാധാരണ കോഴ്സ് എടുത്ത ആള് പിന്നെ സ്കിൽ സെറ്റ് തപ്പി നടക്കണം. ആ സമയത്തുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല, കാരണം കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ്. പക്ഷെ നിങ്ങളുടെ സ്റ്റുഡൻസ് +2 കഴിഞ്ഞ് 4 മാസം കൊണ്ട് ജോബ് മാർക്കറ്റിൽ എത്തി, ജോബ് കിട്ടുകയും ചെയ്ത് എക്സ്പീരിയൻസുമായി പിന്നീട് 3 വർഷം അവർക്ക് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക. അതേസമയം അവരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിയുന്നവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ എന്നൊക്കെ മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് ഓൺലൈൻ ആയിട്ടും ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഡിഗ്രിക്കും അതേപോലെ തന്നെ റെഗുലർ ആയിട്ട് കോളേജിൽ പോയി ചെയ്യുന്ന ഡിഗ്രിക്കും ഒരേ സർട്ടിഫിക്കറ്റ് ആണ് UGC പുതിയ റൂള് പ്രകാരം സെയിം ഡിഗ്രി എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ അപ്സ്കിൽ ചെയ്യുന്നവരൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി കണ്ടറിയാം. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വെരി ക്ലിയർ ആണ്. പക്ഷെ വരുന്നതോട് കൂടി കുറെ ജോബ് റീപ്ലേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ്. അക്കൗണ്ടിങ് രംഗത്ത് എത്രത്തോളം ജോബ് റീപ്ലേസ് ചെയ്യും? AI ഒരിക്കലും അക്കൗണ്ടിങ്ങിനെ റീപ്ലേസ് ചെയ്യും. AI അറിയുന്ന അക്കൗണ്ടന്റ് ഒരു റെഗുലർ അക്കൗണ്ടന്റിനെ റീപ്ലേസ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്.
അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് AI എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും വരും. അക്കൗണ്ടിംഗ് വന്നിട്ടുണ്ട്, കുറെ മാനുവൽ വർക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, AI റീപ്ലേസ് ചെയ്യാറുണ്ട്. ബാങ്ക് റെക്കൺസിലേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ടാസ്ക്. AI എപ്പോഴും റീപ്ലേസ് ചെയ്യാൻ റിപ്പീറ്റേറ്റീവ് ടാസ്കുകളാണ്. പക്ഷേ അക്കൗണ്ടന്റ് എപ്പോഴും എന്താണോ കറന്റ് ഉള്ള മാർക്കറ്റിലുള്ള AI ടൂൾസ് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്